നമസ്കാരം കൂട്ടുകാരെ, എല്ലാവർക്കും നമ്മളുടെ ചാനലിലേക്കും വീഡിയോയിലേക്കും സ്വാഗതം. ഇന്ന് നമുക്ക് കുക്കറിൽ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ബീഫ് കൊണ്ട് ഒരു അടിപൊളി ഗ്രേവി കറി തയ്യാറാക്കി നോക്കാം. ഇതിനായി 1 കിലോ ബീഫ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ചേരുവകളും അളവുകളും അറിയുന്നതിനായി ഈ സ്ക്രീൻ പോസ് ചെയ്ത് വായിച്ചു നോക്കാൻ എളുപ്പമാണ്. കുക്കറിൽ ഇട്ടിട്ടുള്ള ബീഫിലേക്ക് 2 ടീസ്പൂൺ കല്ലുപ്പ് ചേർക്കുക. ഇനി 2 തക്കാളി അരിഞ്ഞത് ചേർക്കുക. ഇതിലേക്ക് 5 ഗ്രാമ്പൂ ചേർക്കുക. 2 പച്ചമുളക് നെടുകെ കീറിയത് ഇട്ട് കൊടുക്കുക. 3 സവാള ചെറുതായി അരിഞ്ഞ് ചേർത്ത് കൊടുക്കുക. വെളുത്തുള്ളി ചതച്ച് ഇട്ട് കൊടുക്കുക. വേപ്പില ചേർക്കുക. ഈ എല്ലാം കൂടി നന്നായി ഇളക്കി യോജിപ്പിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രദ്ധിക്കുക. നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയാണ്. ഇതിലേക്ക് നമുക്ക് 2 ടീസ്പൂൺ പെരുംജീരകം ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കി യോജിപ്പിക്കുക. 1 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കുക. ഇനി പൊടിവർഗ്ഗങ്ങൾ ചേർത്ത് കൊടുക്കാം. 3 ടീസ്പൂൺ മീറ്റ് മസാല ചേർക്കാം. മഞ്ഞൾപ്പൊടി 3/4 ടീസ്പൂൺ, മുളക് പൊടി 1 ടീസ്പൂൺ, മല്ലിപ്പൊടി 2 ടീസ്പൂൺ, ഇവയെല്ലാം കൂടി നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കണം. പ്രത്യേകം കാച്ചിയെടുക്കാതെ കുക്കറിൽ തന്നെ വേവിച്ച് ഉപയോഗിക്കുന്നതാണ് ഇത്. ആയതിനാൽ തന്നെ ഏറ്റവും എളുപ്പമാണ് ഇത് ഉണ്ടാക്കിയെടുക്കാൻ. ബാച്ചിലേഴ്സിന് ഏറ്റവും എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാവും. അരിഞ്ഞു വയ്ക്കേണ്ട ചേരുവകൾ അരിഞ്ഞു വെച്ചു കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും എളുപ്പമാണ് തയ്യാറാക്കാൻ. ഇപ്പോൾ മസാലയെല്ലാം നന്നായി കൂട്ടി യോജിപ്പിച്ച് കഴിഞ്ഞു. ഇനി കുക്കറിൽ മൂടി അടച്ചു വെച്ച് തീ കത്തിച്ച് വെയിറ്റ് വെച്ച് 7 വിസിൽ വരുന്നതുവരെ വേവിച്ചെടുക്കാം. ഇപ്പോൾ 7 വിസിലിന് ശേഷം തീ കെടുത്തി പ്രഷർ കുറഞ്ഞപ്പോൾ വെയിറ്റ് നീക്കം ചെയ്ത് അടപ്പ് തുറന്നിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം വേവ് ആയിട്ടുണ്ട്. ഉപ്പ് പാകം നോക്കി ആവശ്യമാണെങ്കിൽ കുറച്ചുകൂടി ഇട്ട് കൊടുക്കണം. അടുപ്പിൽ വീണ്ടും തീ കത്തിച്ച് കുറഞ്ഞ തീയിൽ ഇത് വീണ്ടും 5 മിനിറ്റ് നേരം വേവിച്ചെടുക്കുക. ഇപ്പോൾ സ്വാദുള്ള ബീഫ് കറി ഏകദേശം തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട്. ഗ്രേവിയോടുകൂടിയുള്ള കറിയാണിത്. ബ്രെഡ്, റൊട്ടി, ചപ്പാത്തി, പൊറോട്ട എന്നിവയോടൊപ്പം നല്ല കോമ്പിനേഷനാണ് ഇത്. നിങ്ങൾ എല്ലാവരും തയ്യാറാക്കി നോക്കണം. കറി 1 മിനിറ്റ് കൂടി വേവിക്കാം. നന്നായി തിളയ്ക്കുമ്പോൾ തന്നെ നല്ല മണമാണ്. നമ്മുടെ ചാനലിൽ ഇതുപോലെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്നതും തനി നാടൻ രുചിയിലുള്ളതുമായ വിഭവങ്ങൾ തയ്യാറാക്കുന്ന വീഡിയോകൾ കുറേയധികം ഇട്ടിട്ടുണ്ട്. കൂടാതെ പച്ചക്കറി കൃഷി മുതലായവ സംബന്ധിച്ച വീഡിയോകളും കൂടുതൽ ഇട്ടിട്ടുണ്ട്. എൻ്റർടൈനിങ് ആയ കുറേ ഷോർട്ട് വീഡിയോകളും ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാം കാണാൻ ശ്രമിക്കണേ. ഇപ്പോൾ കറി തയ്യാറായി കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. മറ്റു വീഡിയോകൾ എളുപ്പത്തിൽ കാണുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ ലൈക്ക് ചെയ്യാനും അടുത്തവരിലേക്ക് അയച്ചു കൊടുക്കാനും മറക്കില്ലല്ലോ. വീഡിയോ കണ്ടതിന് നന്ദി. നമസ്കാരം.